MakeyouBillionaire ട്രേഡ് സീക്രട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കേശവ്. ഇത് കോവിഡ് കാലഘട്ടമാണ്. എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മ്യൂച്വൽ ഫണ്ട്സിലെ SIP ആയിട്ടാണോ അല്ലെങ്കിൽ ലംസം ആയിട്ടാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ബെസ്റ്റ് ബെറ്റർ എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് ചെറിയൊരു ചർച്ചയാവാം. എല്ലാവർക്കും അറിയാം, മ്യൂച്വൽ ഫണ്ടിലെ SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു ഫിക്സഡ് ഡേറ്റിൽ ഞങ്ങൾ ആൾറെഡി ഫിക്സ് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളത് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ യൂണിറ്റ്സ് എന്നൊക്കെ പറയും. അതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ സ്റ്റോക്ക് വാങ്ങുന്ന പോലെയാണ്. അതായത് മാർക്കറ്റ് പൊങ്ങിയാലും താന്നാലും ആ പർട്ടിക്കുലർ ഡേറ്റിൽ എന്താണോ അതിൻ്റെ NAV എന്നുള്ളത് അതിനനുസരിച്ച് ആ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ആ യൂണിറ്റ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഓരോ പീരീഡ് ഓഫ് ടൈം, ഓരോ മാസം ഞങ്ങൾ 5000 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ 2000 രൂപയ്ക്കോ ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങി ഒരു 10, 50, 60 വർഷമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ എത്ര വർഷത്തെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, ആ വർഷം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജറൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു നിഗമനം. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലംസം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എപ്പോഴാണ് എനിക്ക് ഈ ഫണ്ട് വാങ്ങേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളത് ഡിസൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡ് കാലഘട്ടമാണല്ല, ഇപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എല്ലാ NAV താന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുന്നു അല്ലെങ്കിൽ ക്രാഷ് ആവുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഏത് മ്യൂച്വൽ ഫണ്ട്സ് ആണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിൻ്റെ NAV ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 10 വർഷത്തെ ബാക്കത്തെ NAV ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ലംസമായിട്ട് നല്ലൊരു ഫണ്ടാണ്, മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ചോയ്സ്, ആ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്കിടാം. എൻ്റെ ലാസ്റ്റ് 20 വർഷത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു മെയിൻ കാര്യം ഞാൻ നോട്ട് ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വർഷവും നിഫ്റ്റി അല്ലെങ്കിൽ സെൻസസ് 4 പ്രാവശ്യം നിഫ്റ്റി അല്ലെങ്കിൽ സെൻസസ് മോർ ദാൻ 6%, 7% വീഴുന്നുണ്ട്, ഇല്ലെങ്കിൽ ക്രാഷ് ആവുന്നുണ്ട്. ഡ്യൂ ടു മെനി റീസൺസ്. ഫോർ എക്സാമ്പിൾ, ഗ്ലോബൽ എക്കോണമിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ കോവിഡ് പോലത്തെ വല്ല ഇഷ്യൂസ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ ടെറർ അറ്റാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും മാർക്കറ്റിൽ വന്ന ശേഷം. അത് മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസസ് മിനിമം ഒരു 6%, 8% വീഴാറുണ്ട്, അല്ലെങ്കിൽ ക്രാഷ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു വർഷത്തിൽ ഈ 4 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാം. കാരണം SIP ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി ഓരോ മന്തിലും ഓരോ ഡേറ്റിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അന്നത്തെ NAV എന്താണോ അതിനനുസരിച്ച് അത് വാങ്ങും. പക്ഷേ ഈ ലംസം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാർക്കറ്റ് 6%, 8% ക്രാഷ് ആയിരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ NAVയും മിനിമം ഒരു 8%, 10% താന്നിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ജനുവരി മാസമാണെന്ന് വിചാരിക്കും. നിങ്ങൾ ജനുവരി തൊട്ട് മാർച്ച് വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഓരോ SIP ഉപയോഗിച്ച് നിങ്ങൾ NAV വെച്ച് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏപ്രിൽ ആയപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് ക്രാഷ് ആയപ്പോൾ ജനുവരിയിലെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 റുപ്പീസ് ആണെന്ന് വിചാരിക്കൂ. ഏപ്രിൽ ഒരു മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ NAV അപ്രോക്സിമേറ്റ്ലി 20 അല്ലെങ്കിൽ ബിലോ 20 NAV മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഓരോ മ്യൂച്വൽ ഫണ്ട്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് 20 ആണ് ഞങ്ങളുടെ NAV എങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഏപ്രിലിൽ നിങ്ങൾക്ക് ലംസം എമൗണ്ട് കൊടുത്തിട്ട്, അതായത് ഈ 3 മാസത്തെ NAVയോ ഇല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഉപയോഗിച്ചോ നിങ്ങൾക്കത് വാങ്ങി വയ്ക്കാവുന്നതാണ്. മിക്കപ്പോഴും എൻ്റെ സ്റ്റഡി അനാലിസിസ് നടത്തിയിരിക്കുന്നത് നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതിനേക്കാട്ടിലും താഴെ NAV റേറ്റിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാൻ പറ്റും. അതാണ് ഒരു സ്മാർട്ട് വേ ഓഫ് ഇൻവെസ്റ്റിംഗ്. അതാണ് SIP എന്ന് പറയുന്നത് റുട്ടീനാണ്. അതായത് മാസം നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെക്കറിങ് ആയിട്ടുള്ള എമൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച്, ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫൈനാൻഷ്യലിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ 4 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. ആ സമയങ്ങളിൽ നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SIPയിൽ കിട്ടുന്ന എമൗണ്ടിനെക്കാട്ടും ഒരു എമൗണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് കൂടെ കിട്ടാം എന്നാണ് എൻ്റെ അനാലിസിസും അല്ലെങ്കിൽ ഫൈൻഡിങ്സും പറയുന്നത്. ഇനിയിപ്പോൾ കോവിഡ് കാലഘട്ടമാണ്, അറിയാമല്ലോ, മാർക്കറ്റ് നല്ലോണം ക്രാഷ് ആയിരിക്കുകയാണ്. നല്ല ഫണ്ടുകൾ ഒരുപാടുണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ. ആ ഫണ്ടിലെല്ലാം തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ഞങ്ങൾ ലംസമായിട്ട് ഓരോ ഫണ്ട് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ
നല്ലൊരു റിട്ടേൺസ് ഞങ്ങളെ കാത്തിരിക്കണോ എന്ന് ആശംസിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാമെന്നുള്ള രീതിയിൽ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു യു.